മാമ്പഴവും മാമ്പഴക്കാലവും ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല. തേനൂറും മധുരമുള്ള മാമ്പഴത്തിന്റെ സ്വാദ് നുകരുന്നതിനായി മാമ്പഴക്കാലം എത്തും വരെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. നാട്ടുമാവിലെ മാമ്പഴം എറിഞ്ഞു വീഴ്ത്തി ഉപ്പും മുളകും ചേർത്ത് കഴിച്ചിരുന്ന അക്കാലമെല്ലാം പൊയ്പോയി. എങ്കിലും നാവിന്നും തേടുന്ന രുചികളിലൊന്നാണ് മാമ്പഴ സ്വാദ്. എന്നാൽ നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്ന ആ രുചിക്കൂട്ടുകളെല്ലാം ഇവിടെയുണ്ട്. നീണ്ടകരയിലെ അമ്പിളിമുക്കിലെ മാമ്പഴമേളയിലാണ് മാമ്പഴ വൈവിധ്യമുള്ളത്. വിവിധ രുചികളിലുള്ള 60 മാമ്പഴങ്ങളാണ് മേളയിലുള്ളത്. മല്ലിക, അൽഫോൻസ, മൽഗോവ, മൂവാണ്ടൻ, കർപ്പൂരം, അങ്ങനെ നീളും ഇതിന്റെ പട്ടിക. നീണ്ടകര സ്വദേശിനി ബ്ലേസി ജോർജാണ് ഈ മേള ഒരുക്കിയിട്ടുള്ളത്. മാമ്പഴ കൃഷിയിലെ തന്റെ വിജയഗാഥയാണ് ഇങ്ങനെയൊരു മേളയൊരുക്കാൻ ഈ കർഷകയ്ക്ക് പ്രചോദനമായത്. പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഏകദേശം 20ഓളം വെറൈറ്റി ഉണ്ട്. പിന്നെ നാടൻ വെറൈറ്റികളുണ്ട്. പിന്നെ ഇത് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതിൻ്റെ മാങ്ങ ഇവിടെ നിന്ന് തന്നെ നമ്മൾ പിച്ചിയതാണ്. വില നിലവാരം ഇപ്പം മാങ്ങയുടെ വിലകളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ തൈകൾ, ചെറിയ തൈകൾ 3 വെറൈറ്റി തൈകളാണ്. വലിയ തൈകൾ വേണ്ടുന്നത്, മാങ്ങ കായ്ച്ച തൈകൾ വേണ്ടുന്നത്, അതാണ് ഒരുപാട് പേർക്ക് ആവശ്യം. അപ്പം ഇവിടെ കായ്ച്ച് നിൽക്കുന്ന പോലെ അവർക്ക് വേണമെന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം അതിനുവേണ്ടി നമ്മളൊരു 2 വർഷമായിട്ടുള്ള പ്രിപ്പറേഷനിൽ നമ്മൾ തൈകളെല്ലാം ഇവിടെ കായ്ച്ച തൈകൾ തന്നെ കൊടുക്കുന്നുണ്ട്. എരുത്തേമ്പതിയിലുള്ള ഏതൻസ് ഫാമിൽ വിളഞ്ഞ മാമ്പഴത്തിന്റെ പ്രദർശനമാണിത്. ആവശ്യക്കാർ ഇവിടെ എത്തിയാൽ വിവിധ വെറൈറ്റികൾ വാങ്ങുകയും ചെയ്യാം. മേളയിലേക്ക് മാമ്പഴപ്രേമികളുടെ ഒഴുക്കാണ്. മാമ്പഴങ്ങൾക്കൊപ്പം മാവിൻ തൈകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പ്രവാസിയായിരുന്ന ബ്ലേസി 2001 മാമ്പഴ കൃഷി ചെയ്തു തുടങ്ങിയത്. കൊല്ലത്തും പാലക്കാടുമായി 30 ഏക്കറോളം സ്ഥലത്ത് ഇപ്പോൾ മാമ്പഴം വിളയുന്നുണ്ട്. സീസൺ കൂടി എത്തിയതോടെ വിളവെടുപ്പിന്റെയും വിൽപ്പനയുടെയുമെല്ലാം തിരക്കിലാണിപ്പോൾ ബ്ലേസി. ETV ഭാരത്, കൊല്ലം.